കൈഫ അഅലമു അന്നി മുഹ്സിനുൻ, ഞാൻ നല്ലവനാണെന്ന് എങ്ങനെ അറിയാം? അതെനിക്ക് അറിയണം മുത്തുനബിയെ, ഞാൻ നല്ലവനാണെന്ന് എങ്ങനെ അറിയാം? ഇവിടെ നമ്മൾ പെടും. അങ്ങനെ പെടുന്നുണ്ടെങ്കിൽ ആ നല്ലവനാകാൻ ആ ഭാഗത്ത് തന്നെ ശ്രമിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. കാരണം ഇത് പഠിപ്പിച്ചതാണ് അക്ഷരം ഉച്ചരിക്കാൻ അല്ലാഹു തആല ഭാഗ്യം കൊടുത്ത വിഭാഗത്തില് ഏറ്റവും വലിയ വാഗ്മി ഞാനാണെന്ന് പഠിപ്പിച്ച, ഏറ്റവും വലിയ പ്രഭാഷകൻ ഞാനാണെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ രാജയ്യനായ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേ, സൽ ജീറാനക, നിന്റെ അയൽക്കാരോട് ചോദിച്ചോക്കെ. കുടിയില്ലേ, നിന്റെ അയൽക്കാരോട് ചോദിച്ചു നോക്കണം ഞാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ നീ മറ്റുള്ളവരെ കൊണ്ട് ചോദിപ്പിക്കണം. എൻ്റെ അയൽക്കാരോടൊന്ന് ചോദിച്ചു നോക്കി ഞാൻ എങ്ങനെയാണെന്നൊന്ന് ചോദിച്ചു നോക്കെ. ഞാൻ പറഞ്ഞു വിട്ടായിട്ട് വേണ്ട, അല്ലാതെ നീ ഒന്ന് ചോദിച്ചു നോക്കെ എന്ന് നമ്മൾ പറഞ്ഞു വിടണം. അപ്പൊ അവര് പറയണ അവൻ നല്ലോനാ, അവൻ നല്ല കുട്ടിയാ, അവനിനി ഉപകാരമില്ലെങ്കിലും ഉപദ്രവിക്കൂല. അങ്ങനെ ഉണ്ടല്ലോ ഒരു വാക്ക്. ഇനി ഉപകാരം ഇല്ലെങ്കിലും ഉപദ്രവിക്കൂല, നല്ലവനാ. ഒരാവശ്യം അങ്ങനെ ആയാൽ പറ്റൂല, നമ്മൾ ഉപകാരമുള്ളവരാകണം. എന്റെ പെങ്ങളും ശ്രദ്ധിച്ചോ, ഇത് മുത്തനബി പഠിപ്പിക്കുക, എന്റെ ഉമ്മയും ശ്രദ്ധിച്ചു, എല്ലാവരും ശ്രദ്ധിച്ചു. നിന്റെ അയൽക്കാര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാ നീ നല്ലവനാ. ആരെ മുമ്പിൽ? അല്ലാഹുവിന്റെ മുമ്പിൽ നീ നല്ലവനാ, അല്ലാഹുവിന്റെ മുത്തനബിയുടെ മുമ്പിൽ നീ നല്ലവനാ, അല്ലാഹുവിന്റെ മലക്കുകളുടെ മുമ്പിൽ നീ നല്ലവനാ. നല്ലവനാവണ്ടേ? നല്ലവനായാലല്ലേ അള്ളാനെ കിട്ടൂ, അള്ളാഹുടെ മുത്തുനബിയെ കിട്ടൂ. പ്രിയപ്പെട്ടവരെ, പോത്തങ്കോടിനടുത്ത് ഒരു ഹിദായത്ത് നഗറുണ്ട്. തങ്ങളിപ്പോൾ അവിടെയൊക്കെ ദുആയ്ക്ക് വന്നിട്ടുണ്ടാകും. അവിടെ ഈ അടുത്തൊരു സഹോദരൻ്റെ വീട്ടിലൊന്ന് പോകാനിട. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് തങ്ങന്മാരും ഉസ്താദുമാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കൂട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ആ കൂട്ടത്തിൽ നിന്ന് എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് കുറെ ആത്മീയ വിഷയങ്ങൾ പറയണതിൻ്റെ ഇടയിൽ എന്നോട് പറയേ, ഉസ്താദെ ഒരു രഹസ്യം പറയട്ടെ, ഒരു സന്തോഷം കൊണ്ട് ഞാൻ പറയേ, അള്ളാഹുടെ മുത്തുനബിയെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ. ആ സ്വപ്നം കണ്ടതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഒരു വലിയ വെളിച്ചത്തിന്റെ തെളിമയിൽ ഒരു എഴുത്ത് ആകാശത്ത് തെളിയുകയും ചക്രവാളം മുഴുവനും ഒരു പച്ച വെളിച്ചം കൊണ്ട് നിറയുകയും ചെയ്യുന്നത് ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു ഉസ്താദേ. ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചയോളം അത് എന്നോട് പറഞ്ഞിട്ട്, അള്ളാഹു മുത്ത റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ സയ്യിദിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ മനസ്സ് അതിനുള്ള യോഗ്യതയിലെത്തിക്കും. ആ കാരണം ഈ മനസ്സ് തെളിയണം. മനസ്സെങ്ങനെ തെളിയുക? ഇതൊക്കെ എടുത്ത് മനസ്സിന്ന് കളഞ്ഞേ പറ്റൂ. ഇതൊക്കെ മനസ്സിന്ന് കളഞ്ഞിട്ട് മനസ്സ് റബ്ബിന് മുത്തുനബിക്ക് സമർപ്പിച്ചേ പറ്റൂ. അതാണ് ഈ ഖുർആൻ പഠിപ്പിക്കണത്. പ്രിയപ്പെട്ടവരെ, നിന്റെ അയൽക്കാരോട് ചോദിക്കുക, അവര് നിന്നെ കുറിച്ച് നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ, നീ നല്ലവളാണെന്ന് പറഞ്ഞാൽ നീ നല്ലവനാ. അതല്ല, അവർക്ക് നിന്നെ കുറിച്ച് വലിയ അഭിപ്രായം പറയാനില്ല. കള്ളം പറയാൻ ആൾക്കാരുണ്ടാവും, മോശത്തരം ചിന്തിക്കുന്ന, അതവരെ വിട്ടേക്ക്. അല്ലാതെ നിഷ്പക്ഷതയോടെ പറയുന്നവരാണെങ്കിൽ അവർക്ക് നിന്നെ കുറിച്ച് നല്ലത് പറയാനില്ലാത്ത വിധമാണ് നിന്റെ കൈകടത്തലുകളും നിന്റെ കയ്യേറ്റങ്ങളും നിന്റെ അധര പ്രക്രിയകളും പ്രവർത്തനങ്ങളും വാക്കുകളുമെങ്കിൽ നീ മോശപ്പെട്ടവനാണ്. അവിടെ നിന്റെ നിസ്കാരം കൊണ്ടിട്ട് മാർക്കിടൂല, അവിടെ നിന്റെ നോമ്പ് കൊണ്ടിട്ട് മാത്രം മാർക്കിടൂല, അവിടെ നിന്റെ ദാനധർമ്മം കൊണ്ടിട്ട് മാത്രം മാർക്കിടൂല. നീ മോശപ്പെട്ടവനാണ്. ഇത് ആര് പഠിപ്പിച്ചു? സയ്യിദുനാ റസൂലുള്ളാഹി. ആ ബന്ധങ്ങൾ ഭദ്രാക്ക്. ഇനി ഇവിടെ കൊണ്ടും തീരൂലത്. മരിച്ചാൽ എന്റെ വയ്യത്തം കാണണ്ടെന്ന് ആൾക്കാർ പറയണവരൊക്കെ ഉണ്ടല്ലോ. നാളെ അള്ളാഹുടെ മുമ്പിൽ എത്തിയാൽ മഹ്ശറിൽ ഒരു ഹിസാബ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ ആയത്തിന്റെ ബാക്കി, വയഖാഫൂന റബ്ബഹും വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സുഅൽ ഹിസാബ്. ഹിസാബിനെ ഭയക്കുക, അല്ലേ? ഹിസാബ് ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞാൻ വിവരിക്കുന്നില്ല. ലഹും തഹ്തൽ വലാമി വഹും സുജൂദു അനീനും മിൻഹു തൻഫർജുൽ അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എത്രേ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ. വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസ വഹസർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ. ആ ഹിസാബിന്റെ ലോകത്ത് ചെല്ലുമ്പോ രണ്ടുപേരെ പരസ്പരം പിടിച്ചു നിർത്തിയിട്ട് ഹക്കുകളെ സംബന്ധിച്ച് ചോദിക്കുമല്ലോ. അവിടെ ആദ്യം അല്ലാഹ് ആരെ പിടിക്കണമെന്നറിയോ?
ഭാര്യ ഭർത്താവിനല്ലേ, പാപ്പയെ മോനല്ലേ, ഉമ്മയെ മോളല്ലേ, ഉസ്താദിനെ ശിഷ്യനല്ലേ, മഹല്ലുകാരനെ ഖത്തീബിനല്ലേ, പിന്നെ ആരെ ആദ്യം പിടിക്കുക? ജ്യേഷ്ഠനെ അനുജനല്ല. രണ്ടുപേര് പരസ്പരം വിചാരണ ചെയ്യുന്നിടത്ത് അള്ളാഹ് ആദ്യം പിടിക്കുന്നത് അയൽവാസിയായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ച വാക്ക് പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ ആശയം ജീവിതമാകട്ടെ. നാളെ രണ്ടുപേർക്കിടയിൽ അല്ലാഹു തആല വിചാരണ നടത്തുമ്പോ ആദ്യമായി വിചാരണയ്ക്ക് വിളിക്കുന്നത് അയൽക്കാരെയാ. എന്റെ പെങ്ങളെ, വേണ്ട മോളെ, അയൽക്കാരെ കാണുമ്പോ മനസ്സുകൊണ്ട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന, മുഖം കൊണ്ട് മനസ്സ് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന, നാവിന്റെ ആതര ശബ്ദത്തിലൂടെ വെറുപ്പിന്റെ ശബ്ദമുണ്ടാക്കുന്ന, അവരെ കൊത്തിയിട്ട് സ്വന്തം മക്കളോട് പോലും അപകർഷതയോട് ഈർഷതയോടെ സംസാരിക്കുന്ന ഒരു ശൈലി വേണ്ട ഉമ്മ. അല്ലാഹുവിന്റെ മുമ്പിൽ പെട്ടുപോകുമേ ഉമ്മ. എന്റെ പ്രിയപ്പെട്ട സഹോദര, പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോ തൊട്ടടുത്ത അയൽവാസി വരുമ്പോ മുഖത്ത് നോക്കാൻ പോലും മടിക്കുന്ന ശൈലി നമുക്ക് വേണ്ട സഹോദര. അത് ഖുർആന്റെ ശൈലിയല്ല, അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. കണ്ടോ പ്രിയപ്പെട്ടവരെ, നാളെ ആദ്യമായി പിടിച്ചു നിർത്തുന്ന രണ്ടുപേര് അത് അയൽക്കാരാണ്. അങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് പറയാനുള്ളത് പറയാൻ പറയുമ്പോ ഇവിടെ വേദനിക്കപ്പെട്ടവരില്ലേ, ഇവിടെ അടിച്ചമർത്തപ്പെട്ടവരില്ലേ, അവകാശങ്ങൾ തല്ലി ഒടിക്കപ്പെട്ടവരില്ലേ, കാണുമ്പോ തന്നെ വാതിലടച്ചു കളയുന്ന അയൽക്കാരില്ലേ, കിട്ടേണ്ട ഒരുപാട് ആനുകൂല്യങ്ങളെ തടയുന്നവരില്ലേ, 18കാരെ പൊന്നമോളുടെ കല്യാണം വരെ മുടക്കുന്ന അയൽക്കാരില്ലേ, ഇവരെ സംബന്ധിച്ച് മനസ്സിന്റെ ഉള്ളറയിൽ വേദന കനൽക്കട്ടയാക്കി കൊണ്ട് നടന്നിട്ട് അവസാനം മരിക്കേണ്ടി വന്ന പാവപ്പെട്ട അയൽക്കാര്, ഇവര് നാളെ റബ്ബിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് റബ്ബിനോട് ഈ വേദനിപ്പിച്ച അയൽക്കാരനെ ചൂണ്ടിയിട്ട് ചോദിക്കും, സൽഹാദാ, ഇവനോട് ചോദിക്ക് റബ്ബേ, ഇവളോട് ചോദിക്ക് റബ്ബേ, ബാബാ, എന്നെ കാണുമ്പോ എന്തിനാണ് ഇവൻ വാതിലടയ്ക്കുന്നതെന്ന്, എന്നെ കാണുമ്പോ വലിയ ശബ്ദത്തോടെ വാതിലടയ്ക്കുന്നത് എന്തിനാണെന്ന് ആ സമയത്തിന്റെ കരല് പൊട്ടാറുണ്ട് റബ്ബേ, എന്റെ മനസ്സൊരുകാറുണ്ട് റബ്ബേ. ഞാൻ നടന്നു പോകുമ്പോ ഗേറ്റടച്ചു കളയുന്ന, എന്റെ മക്കളെ കാണുമ്പോ വാതിലടച്ചു കളയുന്ന, എന്നെ കാണുമ്പോ കാർക്കിച്ചു തുപ്പിയിട്ട് എന്റെ മുഖത്തോടുള്ള ദേശത്തെ വെറുപ്പിനെ പ്രകടിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കും റബ്ബേ. അതിന് മാത്രം എന്ത് അപരാധമാണ് ഞാൻ ഇവരോട് ചെയ്തതെന്ന്. ഒമനാനീ ഫളലാ, എന്റെ മകളുടെ കല്യാണം എന്തിനു മുടക്കിയെന്ന്, എന്റെ മകന്റെ ജീവിതം എന്തിനു മുടക്കിയെന്ന്, എന്റെ മകന്റെ ഗൾഫിലേക്ക് പോകാനുള്ള മോഹം എന്തിനു തകർത്തെന്ന്, എന്റെ കുടുംബത്തിന്റെ മാന്യത തകർത്തുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ ഓരത്തുള്ള ചായക്കടയിലേക്ക് ചെന്നിട്ട് എന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇല്ലാ കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കറബേ. അതിന്റെ പകരം ഇവരിൽ നിന്ന് എനിക്ക് വാങ്ങിത്തരാതെ ഞാൻ നിന്നിൽ നിന്ന് മടങ്ങില്ലെന്ന് ഈ അയൽക്കാര് റബ്ബിനോട് വിളിച്ചു പറയുമെന്ന്. അവിടെ ബന്ധങ്ങളെ തകർത്തവരെ മുഴുവനും പെട്ടുപോകുമെന്ന തരത്തിൽ നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഞാൻ ഇന്നത്തെ ഒരു വലിയ സാഹചര്യം അയൽവാസം ആയതുകൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഏത് ബന്ധമാണെങ്കിലും ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ശൈലി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യുസലാ, അല്ലാഹ് ചേർത്ത് പിടിക്കാൻ പറഞ്ഞ എല്ലാ ബന്ധങ്ങളും തങ്ങളാൽ അത് പൊട്ടിപ്പോകരുത് എന്ന് തരത്തിൽ പിടിച്ചു നിൽക്കുക. അത് ഖുർആന്റെ ആശയമാണ്. അത് ജീവിതാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നീ ഖുർആൻ പഠിപ്പിക്കുന്ന രണ്ടാമതൊരായത്തുണ്ട്. എല്ലാ ആയത്തും അങ്ങനെ തന്നെ, ഓരോന്നും നമ്മളെ അത്ഭുതപ്പെടുത്തും. കുലു വസ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇത് വെറും ആത്മീയത മാത്രമല്ല കേട്ടോ, ഈ ആശയത്തെ ജീവിതമാക്കാത്തതാണ് ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾക്ക് ഇന്ന് ഹേതുകമായത്. മനുഷ്യരാശി അടക്കം. ഇത് ഖുർആൻ കേവലം വിശ്വാസികൾക്ക് മാത്രമല്ലല്ലോ, മനുഷ്യന്റെ വിജയത്തിനാണ്. ഭൗതികവും ആത്മീയവുമായ എല്ലാ വിജയത്തിനുമാണ് ഖുർആൻ. ഖുർആന്റെ ഈ ആശയം ജീവിതമാക്കാത്തത് തന്നെയാണ് ക്യാൻസർ അടക്കമുള്ള, അൾസർ അടക്കമുള്ള ഒരുപാട് മാരക രോഗങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെടാനുള്ള കാരണം. ഖുർആന്റെ ഈ ആശയത്തെ ജീവിതാക്കാത്തതാണ്. ഇത്ര സുന്ദരമായ ഖുർആൻ ഇതൊക്കെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരോഗ്യപരമായി ഒരു ഡോക്ടറെയും വേണ്ട, ഒരു ചികിത്സകരെയും വേണ്ട, ഒരു ചികിത്സാ ശാസ്ത്രവും അഭയമാക്കണ്ട. എല്ലാത്തിനുള്ള പരിഹാരം അള്ളാഹു ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കില്ലേ. തങ്ങളിപ്പോ സമയം
എന്ത് വേണം? 11 മണിക്ക് നടത്തണം. എൻ്റെ സുജിൻ ചിരിക്കുന്നുണ്ടോ? കുലു വസ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ പ്രിയപ്പെട്ടവർ, എന്തൊരു ചികിത്സാ രീതിയാണ് ഇസ്ലാം. അതങ്ങോട്ട് പാലിച്ച ശരീരത്തിന് ഒരു പ്രഷറും ഇല്ല, ഒരു ഷുഗറും ഇല്ല, ഒരു കൊളസ്ട്രോളും ഇല്ല, ഒന്നുമില്ലാതെ നമുക്ക് നിലനിന്ന് പൊയ്ക്കൂടെ? നമ്മളവിടെയൊക്കെ പിഴച്ചു. എല്ലാം അമിതമായി പോയി, ആരോഗ്യപരമായി വീണുപോയി. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സഹോദരൻ്റെ വാർത്തയായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച അത്തരത്തിലുള്ള രോഗികൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യേണ്ട പ്രിയപ്പെട്ടവർ, സിറാജുദ്ദീൻ എന്ന പേരുള്ള, ഞാൻ നേരത്തെ ഇരുന്ന മഹല്ലി എലിക്കുന്ന മുകളുകാരനായ ഒരു സഹോദരൻ, നല്ല ഇഖ്ലാസുള്ള തങ്ങന്മാരെയും ഉസ്താദുമാരെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന നല്ലൊരു സഹോദരൻ. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അത് തെറ്റാകൂല, അതിന് മാത്രം പ്രായമായിട്ടുള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു, ഈ തലയിലൊരു വേദനയും ഛർദിയും. പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ബ്രെയിൻ ട്യൂമറാണ്. ഇപ്പോൾ ഞാൻ കേട്ട അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ സംസാരിക്കുന്നതൊന്നും ബോധത്തോടെയല്ല, മലമൂത്ര വിസർജ്യമൊന്നും പുള്ളി അറിയുന്നില്ല. ഒരു വല്ലാത്ത അവസ്ഥയിലാണ്, വളരെ ഡേഞ്ചറായ ഒരവസ്ഥ. പടച്ച റബ്ബ് ഈ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് താമായ ശിഫാ നൽകുമാറാകട്ടെ, ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നൽകുമാറാകട്ടെ. അത്തരം മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. രോഗങ്ങളുടെ ഒരു വല്ലാത്ത അവസ്ഥ പ്രിയപ്പെട്ടവരെ. എന്താവട്ടെ, തിന്നുക, കുടിക്കുക. അല്ലേ? ഇസ്ലാം തിന്നണ്ടെന്നും പറഞ്ഞില്ല, കുടിക്കണ്ടെന്നും പറഞ്ഞില്ല. പക്ഷേ വലാ തുസ്രിഫു. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര സമയം ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലേക്ക് വേറൊരു വിഷയത്തിന് വേണ്ടിയിട്ടുള്ളൊരു തുണ്ടും കൂടെ വന്നിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിത് ബാക്കി പിന്നൊരു അവസരം പറയാം. അല്ലേ? നിങ്ങളിപ്പോൾ അത് പൂർത്തീകരിക്കാൻ ഇനിയുണ്ട് കുറേ പറയാം. ചികിത്സ, ഇസ്ലാമിൻ്റെ ഒരു ചികിത്സാ രീതി കൂടിയിട്ടാണ് ആ ഒരു വാക്ക്. പൂർത്തീകരിക്കാൻ ഇപ്പോൾ നേരം കിട്ടില്ല, എന്നാലും ചുരുക്കി നമുക്കൊന്ന് പറയാം. നമ്മളെ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്ന്, വേദങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഒരു ചികിത്സാ രീതിയുണ്ട്. അതാണ് ഏറ്റവും ലോകത്ത് പ്രാചീനമുള്ള, പാരമ്പര്യമുള്ള, ഏറ്റവും പഴക്കമേറിയ ഒരു ചികിത്സാ രീതി. അതാണ് ആയുർവേദ ശാസ്ത്രം. അല്ലേ? മനുഷ്യന്റെ ആയുസ്സിന്റെ ദൈർഘ്യത്തിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രം. അതാണ് ആയുർവേദം, ചികിത്സാ രീതിയാണ്. അതേപോലെ തന്നെയാണ് ഏറ്റവും പ്രാചീനമുള്ള ഒന്നാണ് ഈ യൂനാൻ. ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ട് യൂനാൻ എന്ന ചികിത്സാ സമ്പ്രദായത്തിന്. പിന്നെയാണ് ആധുനിക മെഡിസിനും ചികിത്സാ രീതികളും ഒക്കെ രംഗത്ത് വരുന്നത്. എന്തോ ആവട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ആരോഗ്യത്തെ സംബന്ധിച്ച് പല കാഴ്ചപ്പാടുകളാണ് ഇവർക്കിടയിൽ. അതിൽ ഈ ഇംഗ്ലീഷ് മെഡിസിൻ പഠിപ്പിക്കുന്ന ഒരു ആരോഗ്യശാസ്ത്രം ശാരീരികമായി, സാംസ്കാരികമായി, സാമൂഹികമായി, ഈ 3 രീതിയിലും, സാംസ്കാരികമായി, ശാരീരികമായി, സാമൂഹികമായും സുഖമുള്ള ഒരവസ്ഥ ഏത് മനസ്സിലുണ്ടോ അതാണ് ആരോഗ്യം. ഏത് ശരീരം അനുഭവിക്കുന്നോ അത് ആരോഗ്യമുള്ള അവസ്ഥയാണ്. ഇതിൽ 3 എവിടെ വീഴ്ച വന്നാലും രോഗമാണ്. ചിന്തിച്ചു നോക്കുമ്പോൾ നല്ലൊരു ആശയമാണ്. അതേപോലെ തന്നെ മിതഭോഗവും മിതഭക്ഷണവും ഇത് പഠിപ്പിക്കുന്നുണ്ട് വൈദ്യശാസ്ത്രം. ഈ മിതത്വത്തിന് അപ്പുറമോ ഇപ്പുറമോ നിന്നാൽ ആരോഗ്യം നഷ്ടപ്പെടും. പ്രകൃതിവാദക്കാർ ഇതോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട് ആത്മീയ സുഖവും. ഇതൊക്കെ ഓരോരുത്തരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളും നിർവചനങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇസ്ലാം എത്ര സുന്ദരമായാണ് അതിൻ്റെയൊക്കെ നിർവചനം പഠിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇതെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ ഉള്ളറയിലാണ്. അല്ലേ? ആരോഗ്യത്തിന് ഇസ്ലാം നൽകുന്ന വില എത്രയാ? ആരോഗ്യത്തിന് ഇസ്ലാം നൽകുന്ന വില. അല്ലാഹുവിന്റെ മുത്തനബിയുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു, 5 നേരം നിസ്കരിച്ചിട്ട് ഞാൻ എന്താ ദുആ ചെയ്യേണ്ടത്? അപ്പോൾ 5 നേരം നിസ്കരിച്ചിട്ട് ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയെ ചോദിക്കണത്. അപ്പൊ ചെറുതല്ല സുജിൽ, വലിയ പ്രാർത്ഥനയെ ചോദിക്കണത്. 5 നേരം നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. അപ്പൊ അത്രയും വലിയൊരു പ്രാർത്ഥന നബിയുടെ നാവിൽ നിന്നാകുമ്പോൾ അത്രയും വലുതാണല്ലോ കിട്ടുക. അതങ്ങ് ചൊല്ലിക്കൊടുത്താൽ മതിയല്ലോ, വേറൊന്നും വേണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിൽ നബിയോട് ചോദിക്കേ, നബിയെ 5 നേരം നിസ്കരിച്ചിട്ട് ഞാൻ ചെയ്യേണ്ട പ്രാർത്ഥന. അല്ലാഹുവിന്റെ മുത്തനബി പറഞ്ഞു കൊടുത്തു, സല്ലല്ലാഹു അലൈഹി ആഫിയത്തിനെ തേടടോ, ആരോഗ്യത്തെ ചോദിക്കടോ. ആരോഗ്യം വേണം. ആരോഗ്യം ചെറുതല്ല.
അത് ആഖിറത്തിന്റെ മാത്രമല്ല, ദുനിയാവിന്റെ മാത്രമല്ല. നിസ്കരിക്കണമെങ്കിൽ ആരോഗ്യം വേണം. നിന്ന് നിസ്കരിക്കണമെങ്കിൽ നട്ടെല്ലിന് പവർ വേണം. പകലന്തിയോളം നോമ്പ് പിടിക്കണമെങ്കിൽ ആരോഗ്യം വേണം. ഭൂമിയിലും ജോലിയെടുക്കണമെങ്കിൽ ആരോഗ്യം വേണം. അപ്പൊ ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും ഏത് നന്മകൾക്കും വേണം ആരോഗ്യം, പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് തന്നെ സ്വഹാബിക്ക് അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചു കൊടുത്ത മറുപടി, സല്ലല്ലാഹുൽ ആഫിയ, നീ റബ്ബിനോട് തേടേണ്ടത് ആരോഗ്യമാണ്. എനിക്ക് ആരോഗ്യം തരണേ അല്ലാ, മരിക്കുന്നത് വരെ ആഫിയത്ത് തരണേ അല്ലാ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി ദുആയും പഠിപ്പിച്ചില്ലേ നമ്മളെ? اللهم إنا نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة. മൂന്ന് വാക്ക് എന്ന ധാതുവിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട മൂന്ന് വാക്കുകൾ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത ദായിമ. എന്താ ഇത്? അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ അഫ്വ, പടച്ചവനെ, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ കഴിച്ച ഭക്ഷണങ്ങളിലോ, എന്റെ ഭൂതകാലത്തിൽ ഞാൻ കുടിച്ച വെള്ളത്തിലോ, ഞാൻ കഴിച്ച ഭക്ഷണങ്ങളിലോ എന്റെ ശരീരത്തിന് മാരക രോഗത്തിന്റെ വൈറസുകളെ അന്തർലീനമാക്കാൻ പറ്റിയ വല്ല ഭക്ഷണവും എന്റെ ഉള്ളിലെത്തിയിട്ടുണ്ടെങ്കിൽ, വല്ല അണുക്കളും എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ, വല്ല വൈറസുകളും എന്റെ രക്തത്തിലുണ്ടെങ്കിൽ അതിനെ മുഴുവനും നിർമ്മാർജ്ജനം ചെയ്യണേ അല്ലാ. പിൽക്കാലത്തതൊന്നും മാരക രോഗത്തിന്റെ ഹേതുവാക്കിയിട്ട് എന്റെ ശരീരത്തിൽ ബാക്കിയാക്കരുതേ അല്ലാ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലത്തിൽ വന്ന പാപങ്ങൾ എനിക്ക് പരിഹരിച്ച് തരികയും ചെയ്യണേ അല്ലാ. ആഫിയത്തും തരണേ അല്ലാ. എന്താണ് ആഫിയത്ത്? ഈ വർത്തമാന കാലത്തിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങളോ എന്റെ ശരീരത്തിന് രോഗമുണ്ടാക്കുന്ന ഒന്നും തരല്ലേ അല്ലാ. ഞാൻ കുടിക്കുന്ന വെള്ളങ്ങളിലടക്കം എന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന, എന്റെ ആരോഗ്യത്തെ തിന്നുകളയുന്ന ഒരു തരത്തിലുള്ള രോഗങ്ങളും മാരക രോഗത്തിന്റെ വിത്തുകളും എന്റെ ശരീരത്തിന് തരല്ലേ അല്ലാ. അതുപോലെ തന്നെ പാപപരമായ എല്ലാ അവസ്ഥകളിൽ നിന്നും സൗഖ്യം തരണേ അല്ലാ. വൽ മുആഫാത ദായിമ, ഇനി അങ്ങോട്ടുള്ള കാലത്തിലും പടച്ചവന് എന്റെ ശരീരത്തിന് ഭാവിയിൽ രോഗമുണ്ടാക്കുന്ന ഒരു വൈറസുകളും എന്റെ ശരീരത്തിൽ തരല്ലേ അല്ലാ. അതോടൊപ്പം തന്നെ ദുനിയാവിലും പിന്നെ നാളെ ആഖിറത്തിലും എനിക്ക് പാപപരമായ മോചനം കിട്ടുന്ന സൗഖ്യവും എനിക്ക് തരണേ അല്ലാ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ലോകത്തെ പഠിപ്പിച്ചത് നബിയുനാ റസൂലുള്ളാഹി. ആരോഗ്യത്തിന്റെ വിലയതാ, പ്രിയപ്പെട്ടവരെ. ഫമാ ഊതിയ അഹദുൻ ബഅദ യഖീൻ ഖൈറൻ മിൻ മുആഫാത്ത്. പരിശുദ്ധമായ അൻവാറുൽ മദീനത്തുൽ അൻവാർ എന്ന ഈ പരിശുദ്ധമായ മജ്ലിസിലെ 4 ദിവസത്തെ പരിപാടിയുടെ 4ാമത്തെ ദിവസം നിസാമുദ്ദീൻ വലിയുള്ളാടെ പരിശുദ്ധമായ പേരമകന്റെ അനുഗ്രഹീതമായ നാവിന്റെ മുമ്പിലൂടെ ദുആക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുത്തുനബി ലോകത്തെ പഠിപ്പിച്ചതാണ്, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഈമാൻ കഴിഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് മക്കളല്ല, അത് ഭാര്യയല്ല, അത് സമ്പത്തല്ല, അത് സൗന്ദര്യമല്ല. ഏറ്റവും വലിയ സൗഭാഗ്യം അത് മുആഫാണ്, അത് ആരോഗ്യമാണ്, അത് ആഫിയത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മളെ വീടുകളിലെ രാജാക്കന്മാരാരാ? ആരോഗ്യമുള്ളവരാ പ്രിയപ്പെട്ടവരെ. വിശദീകരിക്കണല്ലോ, 11 മണിയായി. അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചു, മൂന്ന് കാര്യങ്ങൾ ഒരാൾ രാവിലെ എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന് നൽകിയിട്ടുണ്ടെങ്കിൽ അവനാണ് ഭൂമിയിലെ രാജാവ്. അല്ലാതെ കോടികൾ ബാങ്ക് ബാലൻസ് ഉള്ളവനല്ല, വലിയ മുതലാളിമാരായ സമയുന്നവരല്ല. ഭൂമിയിലെ സമ്പന്നർ അവരാണ്, ഭൂമിയിലെ രാജാക്കന്മാരായവരാണ്. ഏതേ 3? ഒന്ന്, രാവിലെ എഴുന്നേക്കുന്ന നേരത്ത് തന്നെ ഇനി തനിക്ക് ഇന്നത്തെ ദിവസം സഞ്ചരിക്കേണ്ട വഴികളിൽ ഒരു ശത്രുക്കളെ കുറിച്ചും പേടിയില്ലാവൻ അന്ന്
തന്റെ ജോലി സ്ഥലത്തില്ല, തന്റെ പള്ളിയിലില്ല, തന്റെ ഇടപാടുകളിലില്ല, തന്റെ മാർഗങ്ങളിലില്ല, തന്റെ മാർഗങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ആരുമില്ല. ആ ഒരു തികഞ്ഞ ബുദ്ധിയോടെ, ബോധത്തോടെ, ആ ഒരു ധൈര്യത്തോടെ, സ്ഥൈര്യത്തോടെ, സമാധാനത്തോടെ ഒരാൾ രാവിലെ എഴുന്നേക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെ രാവിലെ എഴുന്നേക്കുമ്പോ ശരീരത്തിന്റെ രോഗത്തിന്റെ ഒരു ലക്ഷണങ്ങളുമില്ല. നല്ല ആരോഗ്യമുണ്ട്, നല്ല ഉന്മേഷമുണ്ട്. അൽഹംദുലില്ലാഹ്, ഇന്നെനിക്ക് നിന്ന് സുബ്ഹ് നിസ്കരിക്കാം, ഇന്നെനിക്ക് സുന്നത്ത് നിസ്കരിക്കാം, ഇന്നെനിക്ക് വേണമെങ്കിൽ സുന്നത്ത് നോമ്പെടുക്കാം. എനിക്ക് പള്ളക്ക് വേദനയില്ല, എന്റെ തലയ്ക്ക് വേദനയില്ല, എന്റെ നെഞ്ചിന് വേദനയില്ല, എന്റെ കാൽമുട്ടിന് വേദനയില്ല, എന്റെ നാഭിക്ക് വേദനയില്ല, എന്റെ നട്ടെല്ലിന് വേദനയില്ല. ഇങ്ങനെ വേദനയില്ലാതെ ഒരാൾക്ക് എഴുന്നേക്കാൻ കഴിയുമെങ്കിൽ ഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ദിവസം അവനും അവന്റെ ആശ്രിതർക്കും ജീവിക്കാനുള്ള ഭക്ഷണം അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. അതൊരു പക്ഷേ മാസ ശമ്പളമാകാം, അല്ലെങ്കിൽ കച്ചവടമാകാം, അല്ലെങ്കിൽ അന്ന് ജോലിയെടുത്തിട്ടാകാം. എങ്ങനെയുമാകട്ടെ, അന്ന് വൈകുന്നേരം വരെ തനിക്കും തന്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള സ്വത്തും ഒരാൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്നുവെങ്കിൽ ഫകഅന്നമാ ഈസതു ലഹു ദുനിയാ ബിഹദാഫീരിഹാ, ഈ ദുനിയാവ് മുഴുവനും വാരിക്കൂട്ടിയവൻ അവനാണ്. ഈ ദുനിയാവ് മുഴുവനും വാരിക്കൂട്ടിയവനെ പോലെയാണ് അവനെന്ന് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. കുലു വസ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇനി പറഞ്ഞു വന്നാലേ ഇത് അവിടെ കൊണ്ട് ബന്ധിപ്പിക്കാൻ പറ്റൂ. സമയം ഒരുപാട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സമയം ഉണ്ടെങ്കിൽ ബാക്കി സംസാരിക്കാം. അതിന് മുമ്പേ നമ്മൾ ബഹുമാനരായ തങ്ങളിപ്പോൾ ഇറങ്ങി തിരിച്ചപ്പോൾ നമ്മളെ ശരീഫിക്കായൊക്കെ കൂടെ ഉണ്ട് അല്ലേ? ശരീഫിക്ക എല്ലാവരും കൂടെ ശ്രമിച്ചതിൻ്റെ ഫലമായി 1 ഏക്കർ 33 സെന്റ് അല്ലേ തങ്ങളിപ്പോ? 1 ഏക്കറുമാണ് 33 അല്ലേ സെന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവിടെ ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ് നമുക്ക് പണിയണം, നമുക്ക് പണിയണം. കാരണം തങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് എന്തിനാ? റബ്ബിന് വേണ്ടിയാണ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അള്ളാഹുടെ ദീനിന് വേണ്ടിയിട്ടാണ്. അവിടെ എന്തെങ്കിലും ഒരു അംശം നമ്മുടെ വേണ്ടേ പ്രിയപ്പെട്ട? ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഹിഫ്ളുൽ ഖുർആൻ കോളേജ് അതല്ലേ തങ്ങളിപ്പോൾ ആദ്യം പള്ളിയും കൂടെ അതിനോട് ചേർന്നോ? നിസ്കരിക്കാനുള്ള സംവിധാനം അതിലുണ്ടോ? ഹിഫ്ളുൽ ഖുർആൻ കോളേജ് മാത്രം. അപ്പൊ ഖുർആന് വേണ്ടി, അള്ളാഹുടെ ഖുർആനാണ് ഇപ്പൊ നമ്മൾ കേട്ടതും കേട്ടുകൊണ്ടിരിക്കുന്നതും ഇവിടെ നടക്കുന്നതും ഖുർആനാണ്. ഖുർആന് വേണ്ടിയിട്ടാണ് ഈ സലാക്ക്. അപ്പൊ ആ ഖുർആനെ മാനിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുആയ്ക്ക് മുമ്പായിട്ട് ഈ മജ്ലിസിൽ നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്ന് തുടങ്ങി വെക്കാം. നമുക്ക് ഒരു 33 പാക്കറ്റ് സിമന്റ് ഒരുമിച്ച് വേണമെന്നല്ല, സൗകര്യമായിട്ട് അതിൻ്റെ ഇടയിൽ അങ്ങ് എത്തിച്ചാൽ മതി. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഈ ദുആയിൽ പങ്കെടുത്ത് പ്രതിഫലം നേടാൻ നിശ്ചയിച്ചുകൊണ്ട് ആദ്യമായി റബ്ബിന് കൈ ഉയർത്താൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ഷെരീഫാജിയുടെ ജ്യേഷ്ഠ, നമ്മുടെ ഷെരീഫാജി ഈ പറഞ്ഞ ചിറയിൻകീഴ് പരസ്യമായ ഒരു രഹസ്യമാണ് തങ്ങളിപ്പയും ഷെരീഫാജിയുടെ കുടുംബവും തമ്മിലുള്ള ബന്ധം. ആണോ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇതിന്റെ ഈ സാമ്പത്തിക ഭദ്രത വലിയൊരു ചെലവിന്റെ ആയിരിക്കും ഇവിടെ തങ്ങളിപ്പയൊക്കെ പറഞ്ഞല്ലോ. അതിൽ ഷെരീഫാജിയും അനുജന്മാരും സഹോദരങ്ങളും എല്ലാവരും ഉണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാ അല്ലേ തങ്ങളിപ്പോ? അളിയൻ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താ? ഇദ്ദേഹത്തിന്റെ ബദറുദ്ദീനിക്ക് അല്ലേ? 33 പാക്കറ്റ് സിമന്റ്. ഒരു സ്വലാത്ത് മുത്തനബിയിലേക്ക്. يوم نشر كتابيا سيدي خير النبي سيدي خير النبي سيدي خير النبي الصلاة. ഉറക്കെ ചൊല്ലിക്ക. സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ അവകാശികളുടെ പ്രത്യേകത, യജമാനനായ പടച്ചതമ്പുരാന് സ്വർഗം പോലും മറന്നുകൊണ്ട് നാളെ കണ്ടുമുട്ടുന്ന യോഗ്യതയുള്ള റൂഹുകളുടെ ജന്മങ്ങളുടെ കൽബിന്റെ പ്രത്യേകത, അവരുടെ സ്വഭാവ ഗുണം യസ്ലൂനമാ അമറല്ലാഹ്.
അല്ലാഹു തആല ഏതൊക്കെ ബന്ധങ്ങളെ ഭദ്രമാക്കി കൊണ്ട് നൽകാൻ, കൊണ്ട് നടക്കാൻ, ഏതൊക്കെ ബന്ധങ്ങളെ പൊട്ടിപ്പോകാതെ, ചിതറിപ്പോകാതെ, വേർതിരിഞ്ഞു പോകാതെ, അടർന്നു പോകാതെ ഭദ്രമായി എങ്ങനെയൊക്കെ തന്ന ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ, ആ ബന്ധങ്ങളൊക്കെയും കാത്തു സൂക്ഷിക്കുന്നവരാരോ അവരാണ് നാളത്തെ സ്വർഗത്തിന്റെ സുഖലോലുപതയ്ക്ക് അർഹരെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിക്കുമ്പോൾ വയഖ്ശൗന റബ്ബഹും, അതോടൊപ്പം തന്നെ അവരുടെ ബാഹ്യ ജീവിതത്തിലും അവരുടെ സ്വകാര്യ ജീവിതത്തിലും അവരുടെ വ്യക്തി ജീവിതത്തിലും അവരുടെ ഭാര്യമാരോടുള്ള സംസർഗത്തിലടക്കം അവരെ അവയവങ്ങളുടെ ചലനങ്ങളിലും നിശ്ചലങ്ങളിലും അടക്കം അവരെ ആത്മാവിന്റെ കേന്ദ്രമാകുന്ന ഹൃദയത്തിൽ നിന്ന് നാം പെടുക്കുന്ന മോഹങ്ങളിലടക്കം വയഖാഫൂന റബ്ബഹും, അവരവരെ റബ്ബിനെ ഭയക്കുന്നു, അവരവരെ യജമാനനെ ഭയക്കുന്നു. അതും അവരുടെ സ്വഭാവ വൈശിഷ്ട്യമാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ വയഖാഫൂന സൂഉൽ ഹിസാബ്, വയഖാഫൂന സൂഅൽ ഹിസാബ്. തന്റെ നാവിൽ നിന്ന് അടർന്നു വീഴുന്ന വാക്കുകളുടെ പേരിൽ യജമാനായ തമ്പുരാന്റെ ഹിസാബിനെ നേരിടേണ്ടി വരുമ്പോ അവിടെ താൻ പെട്ടുപോകുമോ എന്ന ഭയമുള്ളവരാണ്. താൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോ, മറ്റുള്ളവരുടെ പണം അപഹരിക്കുമ്പോ, സനാതന മൂല്യങ്ങളെ തകർത്തെറിയുമ്പോ, സദാചാരബോധമില്ലാതെ അധമ മനുഷ്യന്റെ സംസ്കാരം ജീവിതമാക്കി കുത്തൊഴിഞ്ഞ് നടക്കുമ്പോ അതിന്റെ പേരിൽ യജമാനായ തമ്പുരാന്റെ മുമ്പിൽ തന്റെ നാവ് കെട്ടിയിട്ട് തന്റെ കൈവിരലുകളോട് സംസാരിക്കാൻ അല്ലാഹു പറയുന്ന, തന്റെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെയും തനിക്കെതിരെ കൂറുമാറി സാക്ഷി പറയുന്ന ഭീകരമായ ഹിസാബിനെ ഭയക്കുന്നവരാണ്. ഇതൊക്കെ അവരുടെ പ്രത്യേകതയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഒരു ആയത്താണ്. ഈ ആയത്തിൽ ഒരു വലിയ ആശയം അല്ല പഠിപ്പിക്കേ. വല്ലദീന, ഒരു കൂട്ടരുമാണവർ, അവരുടെ പ്രത്യേകത യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസല, അല്ല ചേർത്ത് വെക്കാൻ പറഞ്ഞ എല്ലാ ബന്ധങ്ങളെയും ചേർത്ത് പിടിക്കുന്നവരാണ് അവർ. ഖുർആൻ പഠിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന ആശയങ്ങളിൽ ഒരാശയം നമ്മൾ എത്ര പേർക്കുണ്ട്? ബന്ധങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഖുർആൻ സാർവത്രികമാണ്, ഖുർആൻ സാർവലൗകികമാണ്, വിശുദ്ധ ഖുർആൻ സാർവജനീനമാണെന്ന് പറയാൻ ഇതിനപ്പുറം വാക്കുകൾ വേണോ? ബന്ധങ്ങൾക്ക് വിലയില്ലാതെ താനും തന്റെ ഭാര്യയും തന്റെ മക്കളുമെന്ന സ്വകാര്യതയുടെ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചെടുക്കപ്പെട്ട 4 അതിർവരമ്പുകൾക്കുള്ളിൽ ഓരോ മനുഷ്യനും ഒതുങ്ങിക്കൂടുമ്പോ തൊട്ടപ്പുറത്ത് നിലവിളിക്കുന്നത് പ്രിയപ്പെട്ട പിതാവാണെങ്കിൽ പോലും ആ പിതാവിന്റെ പരദാഹനമ്പരത്തിന്റെ പോലും സഹതാപത്തിന്റെ സഹായത്തിന്റെ ഒരു വാക്കുച്ചരിക്കാൻ പോലും 2022 അഭ്യസ്ത വിദ്യയുടെ മകുടോദാഹരണമാണ് താനെന്ന അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന അധുനാഥ മനുഷ്യൻ മടിച്ചുകൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വാക്ക നിങ്ങൾക്ക് തന്ന ബന്ധങ്ങളെ ഭദ്രമാക്കി കൊണ്ടു നടക്കുക. വിശുദ്ധ ഖുർആന്റെ ഒരു ആശയം. ഇനി ഞാൻ നിങ്ങളോടും തന്നെ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ബന്ധം തന്നിട്ടുണ്ട് അല്ലേ? കുടുംബ ബന്ധം, രക്തബന്ധം, ബാപ്പ വഴിയുള്ള ബന്ധം, ഉമ്മ വഴിയുള്ള ബന്ധം, സൗഹൃദ ബന്ധം, അയൽവക്ക ബന്ധം, മനുഷ്യബന്ധം, ഇങ്ങനെ ഒരുപാട് ബന്ധമുണ്ട്. ഈ ബന്ധം 100% തന്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച കൊണ്ട് അടർന്നു പോകാതെ, മുറിഞ്ഞു പോകാതെ കൃത്യമായി ഖുർആൻ എന്നോട് ആ ബന്ധങ്ങൾ പിടിച്ചാലേ സ്വർഗം കിട്ടുള്ളൂ എന്ന് എന്നെ പഠിപ്പിച്ചത്. അതെന്റെ ജീവിതത്തിലുണ്ടെന്ന് ആത്മാവിനോട് ധൈര്യസമേതം ബോധത്തോടെ പറയാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? ഇവിടെ നമ്മൾ തോറ്റില്ലേ? ഇവിടെ ഖുർആൻ നമ്മളുമായിട്ട് എത്ര അകലത്തിലാ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഖുർആൻ എപ്പോഴും നമ്മൾ ഓതുന്നുണ്ട്, ഖുർആൻ എപ്പോഴും നമ്മുടെ ഖുർആൻ എപ്പോഴും നമ്മുടെ നാവിലുണ്ട്. സുബഹി കഴിഞ്ഞിട്ട് ഓതുന്നു എന്ന് പറയുന്നു, മഗ്രിബ് കഴിഞ്ഞിട്ട് ഓതുന്നു എന്ന് പറയും, നിസ്കാരത്തിൽ ഓതുന്നു എന്ന് പറയും, വഅദ് പറയുമ്പോൾ ഓതുന്നു എന്ന് പറയുന്നു. പക്ഷെ ജീവിതത്തിൽ എവിടെ? പിന്നെ ഖുർആൻ നമ്മളിലൂടെ ജീവിക്കണ്ടേ? അല്ലാഹുവിന്റെ മുത്തനബിയുടെ ജീവിതം ഖുർആനായിരുന്നു. നമ്മളോ മാർതിരിഞ്ഞില്ലേ? വേറെയില്ലേ പ്രിയപ്പെട്ടവരെ? മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി ദുസ്തുരി റളിയല്ലാഹു അൻഹു ചെറിയ ആളല്ല പ്രിയപ്പെട്ടവരെ, വലിയ മഹാനാണ്. ബന്ധങ്ങളുടെ വിലയേറിയ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല വരദാനമായി തന്ന ബന്ധങ്ങളുടെ വില ചെറുതല്ല. വലിയ വലിയ ഉലമാക്കളെ നോക്ക്, വലിയ വലിയ ആളുകളെയൊക്കെ പരിശോധിക്ക്. വലിയ ഔലിയാക്കളെ പറയാറുണ്ടല്ലോ, അവരുടെ ചരിത്രം, വലിയ മഹത്തുക്കളായ ഉസ്താദുമാരുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ അവരുടെ വലിയ ഗുണമായിട്ട് പറയുന്നതിൽ ഒന്ന്,
അവർ ഏത് ബന്ധുക്കളെ കണ്ടാലും അങ്ങോട്ട് പോയി ഇടപെടും. ബന്ധു വീട്ടിലൊരാവശ്യം വന്നാൽ അവർ ഓടിയെത്തും. പറയാറില്ലേ, നേരത്തെ അവിടെ എത്തും. ഇങ്ങനെ വലിയ തങ്ങന്മാർ, നമ്മൾ പറയുന്ന തലയ്ക്ക് മുകളിൽ കൊണ്ടു നടക്കേണ്ട തങ്ങന്മാർ പോലും കുടുംബത്തിലെ കാര്യങ്ങൾ വരുമ്പോൾ അവർ രാവിലെ പോയി അവിടെ ഇരിക്കുന്നതാണ്. വായതിൻ്റെ സദസ്സിലും ദുആയ്ക്കൊക്കെ അവസാന നേരത്ത് കടന്നു വരുന്നവരായിരിക്കും. പക്ഷേ ബന്ധങ്ങളുടെ പേരിൽ അവർ അയൽവക്ക വീടുകളിൽ ഇങ്ങോട്ട് 2 ദിവസത്തെ വിവരം അറിഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് പോയി ബന്ധം സ്ഥാപിക്കുന്ന ഒരു ശൈലി നമ്മൾ ഈ മഹത്തുക്കളിലൊക്കെ കാണാം. അതിൻ്റെ അർത്ഥം എന്നാലേ ഖുർആനാവൂ, എന്നാലേ വലിയാകൂ, എന്നാലേ അള്ളാഹുടെ സാമീപ്യം കിട്ടൂ, എന്നാലേ മുത്തുനബിയുടെ കൈ കിട്ടൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിസ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. ഒക്കെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഞാൻ ഖുർആൻ ഓതി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. ഞാൻ സുന്നത്ത് നോമ്പ് എടുത്തു എന്ന് പറഞ്ഞിട്ട് മാത്രമായില്ല. പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് മാത്രമായില്ല. അതുപോലെ തന്ന ഈ ബന്ധങ്ങളും കൊണ്ടുനടന്നേ പറ്റൂ. സഹൽ ബിൻ അബ്ദുല്ലാഹി ദുസ്തുരി വലിയ ആള്, ചെറിയ ആളല്ല. ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഈ മഹാനെ സംബന്ധിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് വകാന മിൻ അകാബിറിൽ ആരിഫീൻ. ആരിഫീങ്ങളിൽ വലിയ ഉന്നത സ്ഥാനത്തുള്ള മഹാനാണ് മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി ദുസ്തുരി. ആരിഫ് ആരാ? ആരിഫ് അള്ളാനെ അറിഞ്ഞത്. അവരെ ദാഹമേ അല്ലാ, അവരെ മോഹമേ അല്ലാ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹ് നിമിഷമില്ല, അല്ലാഹ് രസമില്ല, അല്ലാഹ് അനുഭൂതിയില്ല, അല്ലാഹയെ ഓർക്കാത്ത സുഖമില്ല, അല്ലാഹ് മനസ്സിനകത്ത് വരാത്ത സന്തോഷമില്ല. രാത്രികൾ തന്റെ റബ്ബിന് വേണ്ടി, പകലുകളോ തന്റെ റബ്ബിന് വേണ്ടി, തന്റെ സ്വകാര്യതയോ തന്റെ യജമാനനെ പ്രണയിക്കാൻ. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അവര് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലും റബ്ബിന. പ്രിയപ്പെട്ടവര്, ലഅല്ലക തഹ്ലൂ ഹയാത്തു മരീറത്തു ലഅല്ലക തർലാ വൽ അനാമു ഗിലാബു. സ്വന്തം ഭാര്യയോടെ കിടപ്പറയിൽ വെച്ച് കാതിൽ ശ്രവണപടങ്ങള് ചുണ്ടുകളോട് ചേർത്ത് പിടിച്ചു പറഞ്ഞ പ്രേമകാവ്യമല്ല പ്രിയപ്പെട്ടവരെ. വൈകാരികതയുടെ സംതൃപ്തിയുടെ അഭിനിവേശത്തിൽ പ്രിയപ്പെട്ടവരുടെ കാതിൽ ചൊല്ലിക്കൊടുത്ത കിന്നാരത്തിന്റെ വാക്കുകളല്ല പ്രിയപ്പെട്ടവര്. അള്ളാഹുവോട് പറഞ്ഞ കിന്നാരത്തിന്റെ വടികളാ. അവരാ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ. ലഅല്ലക തഹ്ലൂ വൽ ഹയാത്തു മരീറത്തു. എന്തോരു മധുരമാണ് റബ്ബേ, നിന്റെ ഓർമ്മകൾ എന്തോരു സമാധാനമാണ് റബ്ബേ, നിന്റെ ദിക്റുകൾ എന്തോരു സുഖമാണ് റബ്ബേ, നിന്നെ കുറിച്ചുള്ള ചിന്തകൾ എന്റെ മനസ്സിന് തരുന്ന സുഖമുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ ഞാനത് വേറെ എവിടെയും അനുഭവിച്ചിട്ടില്ല. എന്റെ ഭാര്യയോടുള്ള ഇടപെടലിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്റെ മക്കളോടൊത്തുള്ള രസങ്ങളിൽ ഞാൻ അനുഭവിച്ചില്ല. മറ്റുള്ളവരോടുള്ള തമാശകളിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റബ്ബേ, ഈ മനുഷ്യരെന്നെ പലതും പറഞ്ഞ് വേദനിപ്പിക്കാറുണ്ട്. അവരെ പല കാരണത്തിന്റെ പേരിൽ എന്നിൽ നിന്ന് അകലാറുണ്ട്. പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല റബ്ബേ. നീ എന്നോട് അകലരുത് അല്ലാ, എന്നോട് പിണങ്ങരുത് അല്ലാ, എന്നെ വെറുക്കരുത് അല്ലാ, ഒരു നിമിഷം പോലും എന്നിൽ നിന്ന് പിന്തിരിയരുത് അല്ലാ. അങ്ങനെ ഒരു നിമിഷം എന്റെ ജീവൻ അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ വരുമെങ്കിൽ അതിനു മുമ്പ് എന്റെ കൊരവള്ളിയുടെ പിടച്ചിൽ അവസാനിപ്പിക്കണേ അല്ലാ. എന്നെ നിന്നിലേക്ക് തിരിച്ചെടുക്കണേ അല്ലാ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇതാണ് ഈ പറഞ്ഞ ആരിഫീങ്ങളുടെ ചിന്തയും മോഹവും ഒക്കെ. അവർക്ക് നമ്മളൊന്നും ഒന്നുമല്ല. നമ്മളവരെ മധു പറഞ്ഞാൽ എന്താ, നമ്മളവരെ ദം ചെയ്താൽ എന്താ. വയകൂന മദ്ഹൂഹും വദമ്മുഹും സവാ ലം യഖ്ശ ലൗമത ലായിമിൻ ഫീ ദിൽ ഉലാ. വേറെ വഴി, അത് പോയാൽ അങ്ങനെ പോകും.
ആ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന വലിയ മഹാനാണ് ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ട മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി ദുസ്തുരി റളിയല്ലാഹു അൻഹു. ഇല്ലറക്കാരനല്ല. ഓരോ ദിവസവും 100 കണക്കിന് മനുഷ്യന്മാര്, എന്റെ പ്രിയപ്പെട്ടവരെ, മണി ഏകദേശം 10:30 മണിയോളം അടുത്തായിരിക്കുമ്പോ മഹാനായ ബഹുമാന്യനായ നിസാമുദ്ദീൻ ഔലി എന്ന ഒരായുസ് മുഴുവനും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച ഒരു വലിയ ആരിഫിന്റെ അതേ ചോരയുടെ മണമുള്ള, അതേ റൂഹിന്റെ മണമുള്ള, അതേ പ്രകൃതിയാൽ ഊട്ടപ്പെട്ട ഒരു വലിയ സവിധത്തിൽ അവരുടെ ദുആക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നാമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതേപോലെ ദിനേന ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്ന് ഈ മഹാനത്തോട് ഒരുപാട് പേരൊഴുകുന്നു, വലിയ ഉലമാക്കളടക്കം ഒഴുകുന്നു. സഹൽ ഇബ്നു അബ്ദുല്ലാഹി ദുസ്തുരി എന്ന മഹാന്റെ ഓരത്ത് അവരെല്ലാവരും മോചാനിച്ചു കൂടുന്നു. അവരിൽ നിന്നൊരു പുഞ്ചിരി കിട്ടുന്നത് പോലും, അവരിൽ നിന്നൊരു സലാമ കിട്ടുന്നത് പോലും ജീവിതത്തിന്റെ സൗഭാഗ്യമായ വിശ്വാസികൾ എണ്ണുന്നു. അങ്ങനത്തെ ആത്മീയതയുടെ ലോകത്തെ നിത്യവിസ്മയമായിരുന്ന ഈ സഹൽ ഇബ്നു അബ്ദുല്ലാഹി ദുസ്തുരിക്ക് ഒരു രഹസ്യമുണ്ട്. എന്താ രഹസ്യം എന്നറിയോ? തന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഒരു അയൽക്കാരനുണ്ട്. ബന്ധത്തിന്റെ വില നോക്ക്. ഒരു അയൽക്കാരനുണ്ട്. ഈ അയൽക്കാരൻ ആരാ? മുസ്ലിമും അല്ല, അയാള് മജൂസിയ. അയാളെ തീയെ ആരാധിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട അയാളെ തീയാണ് അയാളെ ആരാധിക്കുക. ആ കുടുംബം അവിടെ ഉണ്ട്, ആ കുടുംബം അവിടെ താമസിക്കുന്നുണ്ട്. ഇയാൾ ആ കുടുംബത്തിന്റെ മലമൂത്ര വിസർജ്യാദി കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി, ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കി. ഇത് എവിടെ ഉണ്ടാക്കണ? തൊട്ടിപ്പുറത്ത് താമസിക്കുന്ന സഹൽ ഇബ്നു അബ്ദുല്ലാഹി ദുസ്രി എന്ന് പറയുന്ന ഈ വലിയ മഹാന്റെ വീട്ടിന്റെ അതിർത്തിക്ക് തൊട്ടപ്പുറം. അയാളുടെ പെരടത്തിൽ തന്നെ, പക്ഷേ അത് വന്ന് നിൽക്കുന്നത് മഹാന്റെ അതിർത്തിയിൽ. അങ്ങനെ ഒരു പെരയൊക്കെ ഉണ്ടാക്കി, ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാക്കി. അവിടെയായി മലമൂത്ര വിസർജ്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത്. കാലങ്ങളായി ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കെ ഇതിന്റെ പിന്നാമ്പുറം എന്താണെന്നൊന്നും ഇവരൊന്നും ആലോചിച്ചിട്ടില്ല. സഹൽ ഇബ്നു അബ്ദുല്ലാഹി ദുസ്രി റളിയല്ലാഹു അൻഹു പാതിരാത്രി നിസ്കരിക്കാനൊക്കെ എഴുന്നേറ്റ് നോക്കുമ്പോ വീട്ടിന്റെ ഓരത്ത് വല്ലാത്ത ദുർഗന്ധം. ഇത് എവിടെന്നാ ഈ ദുർഗന്ധം വരുന്നു? പതിയിറങ്ങി ചെന്നു. ഈ ദുർഗന്ധമുള്ള സ്ഥലം ഇങ്ങനെ അന്വേഷിച്ച് ചെന്ന് നോക്കുമ്പോ ഈ ടോയ്ലറ്റിന്റെ ഈ വിസർജ്യ വസ്തുക്കൾ, മാലിന്യ വസ്തുക്കൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭാഗം പൊട്ടിയിട്ട് ഈ മഹാന്റെ പുരയിടത്തിലേക്ക് ഇതിന്റെ ചളി വീണുകൊണ്ടിരിക്കേ. ഈ വലിയ മഹാന്റെ പുരയിടത്തിലാണ് ഇത് വീണിട്ട് ഈ ചെളി ഇങ്ങനെ ദുർഗന്ധമായി പരക്കെ. വിസർജ്യമല്ലേ, അല്ലാത്ത ദുർഗന്ധം. അന്ന് മുതൽ പ്രിയപ്പെട്ടവരെ, ഈ വലിയ മഹാനുണ്ടല്ലോ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പോലും ഇത്രയേറെ പുകഴ്ത്തി പറഞ്ഞ അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ കിരീടം ചൂടാത്ത രാജാവ് സഹൽ ഇബ്നു അബ്ദുല്ലാഹി ദുസ്രി റളിയല്ലാഹു അൻഹു സാധാരണ പാതിരാത്രി തഹജ്ജുദിന് എഴുന്നേൽക്കുന്നതിന് ഒരുപാട് നേരത്തെ എഴുന്നേൽക്കുന്നു. മനുഷ്യകുലം മുഴുവനും വിരലിന്റെ വിതവിതച്ചുകൊണ്ട് തണുപ്പ് പെയ്തിറങ്ങുന്ന ശരീരത്തോട് ചേർന്നുകൊണ്ട് ഒട്ടിപ്പിടച്ചുറങ്ങുമ്പോ ആ പാതിരാവുകളിൽ മഹാനുഭാവം കടന്നു വന്നുകൊണ്ട് ഈ വിസർജ്യ വസ്തുക്കളെ വെറുപ്പില്ലാതെ മടിയില്ലാതെ ഈ പാതിരാത്രി ശുദ്ധീകരിക്കുന്നു. അത് മുഴുവനും മണ്ണിന്റെ ഉള്ളറയിലേക്ക് മറച്ചു മാറ്റുന്നു. അവിടെ നിന്ന് ദുർഗന്ധം വരാതിരിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉളുവെടുക്കുന്നു. പടച്ച റബ്ബിന് വേണ്ടി പഞ്ചപിച്ച മടക്കി സമർപ്പണ വിനീത വിധേയതയോട് റബ്ബിലേക്ക് നിസ്കാരപ്പായയിൽ നിന്നുകൊണ്ട് കിന്നാരം പറയുന്നു. ഇത് ഒരു ദിവസമല്ല ഉമ്മ, ഒരു ദിവസമല്ല സഹോദര, അതങ്ങനെ നിർബാധം തുടരുന്നു. ഈ വലിയ മാന്റെ ജീവിതത്തിൽ ലോകമറിയാത്ത രഹസ്യം, തന്റെ പ്രിയപ്പെട്ട അയൽവാസിയുടെ ന്യൂനത, മറ്റുള്ളവരിൽ നിന്ന്, സ്വന്തം ഭാര്യയിൽ നിന്ന് പോലും, സ്വന്തം മക്കളിൽ നിന്ന് പോലും മറച്ചു പിടിച്ചുകൊണ്ട് ആ ബന്ധം, അത് തന്നെ മറ്റൊരു വിശ്വാസിയാണ്, തീയെ ആരാധിക്കുന്നവരാണ്. എന്നിട്ട് പോലും അയൽവാസിയുടെ മര്യാദ ആരാ സഹൽ ഇബ്നു അബ്ദുല്ലാഹി ദുസ്രിയെ പഠിപ്പിച്ചതെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അവസാനം കാലങ്ങൾ കഴിഞ്ഞു. സഹൽ ഇബ്നു അബ്ദുല്ലാഹി ദുസ്രി റളിയല്ലാഹു അൻഹു മരണത്തിന്റെ രോഗത്തിൽ കിടക്കുന്നു. സ്വന്തം മക്കളെ അടുത്ത് വിളിക്കുന്നു. തന്റെ അയൽക്കാരനെ വിളിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. അയൽക്കാരനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, മക്കളോടൊക്കെ പറഞ്ഞു, എല്ലാവരും പുറത്തോ,
എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കണ്ട, നിങ്ങളൊക്കെ പുറത്തുപോയി. അയാളെ മാത്രം അകത്താക്കി, വേറെ ആരും ഇല്ലാന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് അയാളോട് പറഞ്ഞു, എൻ്റെ പൊന്ന സഹോദര, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നിങ്ങളെ ഈ മലമൂത്ര വിസർജ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഈ വിസർജ്യ മാലിന്യങ്ങൾ പോകുന്ന ഭാഗം പൊട്ടിയിട്ട് എൻ്റെ പുരയിടത്തിലാണ് വീണുകൊണ്ടിരിക്കുന്നത്. എന്നും രാത്രി ഞാനത് ആരും അറിയാതെ, എൻ്റെ മക്കൾ അറിഞ്ഞാൽ അത് ക്ഷീണമാവും, എൻ്റെ ഭാര്യ അറിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് വെറുപ്പ് വയ്ക്കുമെന്ന് കരുതിയിട്ട് ഞാൻ തന്നെ അത് വൃത്തിയാക്കി ശുദ്ധീകരിച്ച് എല്ലാ ദിവസവും ഞാൻ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ആരും അറിയാതെ ചെയ്തത്. പക്ഷെ ഞാനിപ്പോൾ കിടക്കണം മരണത്തിൻ്റെ രോഗത്തിലാണ്. ഒരു പക്ഷേ ഈ രോഗം എന്നെ മരണത്തിലെത്തിച്ചേക്കാം. അങ്ങനെ ഞാൻ മരിച്ചാൽ പിന്നെ ഈ വിവരം പുറത്താവുമ്പോൾ എൻ്റെ മക്കൾ ചിലപ്പോൾ ഇത് സഹിച്ചെന്ന് വരില്ല. അവർ ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ നിങ്ങളോട് കയർക്കുകയും നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ അവർക്ക് തൃപ്തിയാവാത്തതിൻ്റെ പേരിൽ നിങ്ങളോട് ദേഷ്യപ്പെടും, പിണങ്ങുകയൊക്കെ ചെയ്യാം. അയൽവക്ക ബന്ധമെന്ന് അള്ള ഭദ്രമാക്കാൻ പറഞ്ഞ ഒരു ബന്ധം എൻ്റെ മക്കൾ പോലും ഇതിൻ്റെ പേരിൽ പൊട്ടി തകർത്തവരായി മാറിപ്പോകും എന്ന് ഞാൻ ഭയക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദര, ഇനി ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ.